അടുത്ത വരുന്നത് ടാറ്റ നാനോ ആണ്. 2016 മോഡൽ വണ്ടി, 17 രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. ഇത് 2012 മോഡൽ മാരുതി വാഗനർ LX. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ടയറാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അടുത്തത് ഹോണ്ട ജാസ് ആണ്. 2016 മോഡൽ ഹോണ്ട ജാസ് പെട്രോൾ VX എന്ന് പറയുന്ന ഓപ്ഷനാണ്. VX ടോപ്പ് എൻഡ് ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇത് 2011 ഹ്യുണ്ടായി i10 എറ 1.1 IRD ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 55,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടയേഴ്സ് 4 ആവറേജ് ആണ്. അടുത്തത് മാരുതി സ്വിഫ്റ്റ് ആണ്. 2015 മോഡൽ മാരുതി സ്വിഫ്റ്റ് VX ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 73,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പോത്തൻസ് എന്ന് പറയുന്ന പ്രീ ഓൺ യൂസ്ഡ് കാസിലാണ് നിൽക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ബൈപ്പാസിൻ്റെ സൈഡാണ്. അതായത് തിരുവനന്തപുരം ബൈപ്പാസ് ഇറങ്ങി വരുമ്പം ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പോത്തൻസ് പ്രീ ഓൺ കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കാസുകൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അതേപോലെ നാനോ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ് കിടക്കുന്നത്. എത്രമാത്രം നല്ല കാറുകളാണെന്നും എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം വണ്ടികൾ കണ്ടിട്ട് കൊള്ളാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടികളെ പറ്റി നിസ്സാരമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇത് 2011 ഹ്യുണ്ടായി i10 എറ 1.1 IRD ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 55,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടയേഴ്സ് 4 ആവറേജ് ആണ്. അടുത്ത വർഷമാണ് അതിൻ്റെ ഫിറ്റ്നസ് റിന്യൂവൽ വരുന്നത്. ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പം AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് വേറെ ഒന്നുമില്ല. ഇല്ല. എന്ത് ഓടിയിട്ടുണ്ട്? 55,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്, ജെന്യൂൻ കിലോമീറ്റർ ആണ്. ടയേഴ്സ് ആവറേജ് ആണ്. ചോദ്യം എത്ര? ചോദ്യം ഇത് 160 എൻ്റെ പ്രൈസ് വരുന്നത്. 160 ഇൻഷുറൻസ് ആണ്. വിത്ത് ഇൻഷുറൻസ് 160. അല്ല, എന്തെങ്കിലുമൊക്കെ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ അതോ ലാസ്റ്റ് പ്രൈസ് ആണോ? ഇത് ലാസ്റ്റ് പ്രൈസാണ്. നമ്മളിപ്പം റേറ്റ് കുറച്ചിട്ടേക്കുന്നതാണ്. 160 വിത്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത വരുന്നത് നമ്മുടെ ഹ്യുണ്ടായി ഗ്രാൻഡ് i10 ആണ്. 2016 മോഡൽ ഹ്യുണ്ടായി ഗ്രാൻഡ് i10 ആസ്തയാണ്. ഓട്ടോമാറ്റിക് 1.2 ഓട്ടോമാറ്റിക് വണ്ടി. പെട്രോളാണ്. സിംഗിൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഫോർഡ് പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അത്തരത്തിലുള്ള എല്ലാം വരുന്നുണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർ. അതെ. ബാക്ക് AC വെൻ്റ് വരുന്നൊരു മോഡൽ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ്. റീസെൻ്റ്ലി മാറിയതാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ബോണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. എത്ര ചോദ്യം? എത്ര? ഇതിൻ്റെ പ്രൈസ് 390 ആണ്. 390. ആസ്ത ടോപ്പ് എൻഡ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന മോഡലാണ്. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന മോഡലാണ്. അലോയ് വീൽസ്. പെട്രോൾ 1.2 പെട്രോൾ എഞ്ചിനാണ്. അടുത്തത് മാരുതി സെലേറിയോ ആണ്. സെലേറിയോ ZXi ഓട്ടോമാറ്റിക് AMT ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 78,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 78 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഫുള്ളി കമ്പനി സർവീസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഹുഡ് അതിൻ്റെ മാറിയിട്ടുണ്ട്. റീപ്ലേസ്ഡ് ആണ്. കമ്പനിയിൽ ഹിസ്റ്ററി ഉള്ളതാണ്. നല്ല ഇടിയായിട്ടാണോ? ഇല്ല, ഫ്രണ്ട് ബമ്പറും ഫ്രണ്ട് ബോണറ്റും. വേറെ ഉള്ളിലോട്ട് വേറെ മേജർ ഇടിയൊന്നുമില്ല. ഇത് രണ്ടും B2B ഇൻഷുറൻസിൽ 2018 ഉള്ള ക്ലെയിം ആയിരുന്നു. ബോണ്ട് തുറന്ന് കാണിക്കാൻ പറ്റുമോ? വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരു 2 റീപ്ലേസ് ഉണ്ട്. ആപ്രോൺ സൈഡൊന്നും കുഴപ്പമില്ലല്ലോ? ഇല്ല, ആപ്രോൺ സൈഡൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ആപ്രോൺ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ബമ്പർ ബോണറ്റ് ഒക്കെയാണ് മാറിയേക്കുന്നത്. ക്രോസ് ബാർ മാറിയിട്ടില്ല. വണ്ടി എല്ലാം നോക്കിയാൽ ഫ്രണ്ട് ബോണ്ടിൻ്റെ എഡ്ജ് ബെൻഡായിട്ട് അങ്ങനെ റീപ്ലേസ് ചെയ്തതാണ്. ബെൻഡായപ്പോഴത്തേക്ക്. എത്ര? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 380 ആണ്. 380,000. ZXi എന്ന് പറയുമ്പോൾ ഡ്യുവൽ എയർ ബാഗ് വരുന്ന മോഡൽ കൂടിയാണ്. ടോപ്പ് എൻഡ് ആണ്.
ഇത് ഫുൾ ലോൺ കയറുന്ന വണ്ടികളാണോ അതോ ഫുൾ ലോൺ കയറുന്ന വണ്ടികളാണോ? അല്ല, നമുക്കിത് ഒരു 3.25 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 55,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് ബാക്കി നമുക്ക് ലോൺ ചെയ്തെടുക്കാം. 5 വർഷം വരെയൊക്കെ ലോൺ ലോൺ ചെയ്യാൻ പറ്റും. അടുത്തത് ഹോണ്ട ബ്രിയോ ആണ്. 2015 മോഡലാണ്. 2015 ഹോണ്ട ബ്രിയോ പെട്രോള് SMT എസ് വേരിയൻ്റ് ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഈ വണ്ടിക്ക് മൈലേജ് എന്താണ്? ഇതിൻ്റെ മൈലേജ് ആവറേജ് നമുക്കൊരു 18 റേഞ്ച് കിട്ടും. സിറ്റി യൂസ് ഒരു 18, ലോങ് ഡ്രൈവിലൊരു 18 ഒക്കെ കിട്ടും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ മിഡിലാണോ? മിഡിൽ ഓപ്ഷനാണ്. മിഡിലാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3.5 3.5. ഇതും 50 രൂപ ആ റേഞ്ച് ഇറക്കാവുന്നതാണോ? അതെ. ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് ആണ്. ടയേഴ്സ് 4 ആവറേജ് ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. റീടച്ചിങ് ഉണ്ടോ? അല്ലേ, ബമ്പറൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ അപാകതകളൊന്നുമില്ല. 3.5 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. ഇത് 2012 മോഡല് മാരുതി വാഗനർ LXi. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ടയറാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മാത്രമേ ഉള്ളൂ? ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ബോണ്ട് ബമ്പർ അങ്ങനൊന്നുമില്ല? വേറെ ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡ് ആണല്ലേ? അതെ, LXi AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡ് വരുന്ന മോഡലാണ്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയർ. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് 2.25 വിത്ത് ന്യൂ ഇൻഷുറൻസ് ആണ്. 2.25. ഇതും 50 രൂപ ആ റേഞ്ച് ഇറക്കാൻ പറ്റുമല്ലോ? നമുക്ക് ഒരു 60 രൂപ റേഞ്ചൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഇട്ടിട്ട് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ഇത് വർഷം ഏതായിരുന്നു? 2012. അപ്പം 5 വർഷം കിട്ടുമോ? നമുക്കൊരു 2 വർഷമൊക്കെ ലോൺ ചെയ്യാം. 2 വർഷം കിട്ടത്തോളൂ. അപ്പം ഇത് അടവ് എങ്ങനെ ആയിരിക്കും ചേട്ടാ വരുന്നത്? ഇതിന് പെർ ലാക്കിന് 2.300 നമുക്ക് അടവ് വരും. 2.300. അതെ. ഇത് 2021 മോഡൽ ടാറ്റ നെക്സോൺ XM എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. മിഡിൽ ഓപ്ഷനാണ് XM എന്ന് പറയുന്നത്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിനകത്ത് ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് പോയിട്ടുണ്ട്. ഓക്കെ. ഈ ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ഇത് വരുന്നത് തന്നെയല്ലേ? ഏതാ? ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ഇത് വരുന്നത് തന്നെ? അല്ല, അത് അഡീഷണൽ ആക്സറി ഫിറ്റ്മെൻ്റ് ആണ്. അഡീഷണലായിട്ട് ചെയ്തേക്കുന്നതാണ്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് ഉണ്ട്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ് മാത്രം റീപ്ലേസ് ആണ്. ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 7.40 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പുതിയ ഇൻഷുറൻസും ഉണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ? ഡീസൽ. മൈലേജ് എങ്ങനെയാണ്? ഇത് 20+ മൈലേജ് കിട്ടും. ഒരു 22-23 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. വണ്ടി ഓവറോൾ കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. റീപെയിൻറ്റ് അങ്ങനൊന്നും കയറിയില്ലല്ലോ? ഇല്ല. ആ ഫ്രണ്ട് ബമ്പർ കോർണർ ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ലേ? ബമ്പർ കോർണറൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ മേജർ ആക്സിഡൻറ്റോ വലിയ റീപെയിൻ്റ് ഒന്നും കയറിയിട്ടില്ല. ഇതിനകത്ത് ഫീച്ചർ എന്ന് പറയുമ്പം ഡ്യുവൽ എയർ ബാഗ്, ABS, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വിത്ത് DRL വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡ്, മിറർ ഫോൾഡിങ് വരുന്നുണ്ട്. ഇത്രയും വരുന്ന ഫീച്ചേഴ്സാണ്. അഡീഷണലായിട്ട് മൾട്ടി കളർ ഫോഗ് ലാമ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു 7 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇട്ടിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തത് മാരുതി സ്വിഫ്റ്റ് ആണ്. 2015 മോഡൽ മാരുതി സ്വിഫ്റ്റ് VXi ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 73,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഫ്രണ്ട് 2 ടയർ പുതിയതാണ്. പുറകിലത്തെ ടയർ ആവറേജ് ആണ്. റീപ്ലേസ് ആയിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കാകം ഒക്കെ കാണാൻ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 4.35 ഇതിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത്. ലാസ്റ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷിയേഷൻ ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പാണ്. ഫുള്ളി കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. വണ്ടി ഓരോ കാണാനും കൊള്ളാം. വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാറ്ററി റീസെൻ്റ്ലി മാറിയ പുതിയ ബാറ്ററിയാണ്. ഫ്രണ്ട് 2 ടയർ പുതിയതാണ്. ഇൻഷുറൻസും പുതിയതാണ്. ബാക്ക് ടയേഴ്സ് ഒരു 35% വരുന്ന ടയറാണ് പുറകിൽ. ഫ്രണ്ടിലൊരു 95% ടയറുണ്ട്. അടുത്ത വണ്ടി മാരുതി ഓൾട്ടോയാണ്. മാരുതി ഓൾട്ടോ VXi 2019 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫുള്ളി കമ്പനി സർവീസ്ഡ് ആണ്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. നല്ല ഫ്ലോർ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓർമ്മ വൃത്തിയാണ്. ഇന്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാക്ക് സൈഡ് ആയാലും കൊള്ളാം. ടയേഴ്സ് 4 ആവറേജ് ആണ് വരുന്നത്. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 310 എൻ്റെ പ്രൈസ് ചോദിക്കുന്നത്. 310. അതെ. അടുത്തത് ഹോണ്ട ജാസ് ആണ്. 2016 മോഡൽ ഹോണ്ട ജാസ് പെട്രോൾ VX എന്ന് പറയുന്ന ഓപ്ഷനാണ്. VX ടോപ്പ് എൻഡ് ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി ഓടിയേക്കുന്നത് 1,10,000 കിലോമീറ്റർ ആണ്. ഫുള്ളി കമ്പനി സർവീസ്ഡ് ആണ്. 1.10 സർവീസും റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. ഈ ഡീസൽ അല്ലേ? പെട്രോളാണ്. പെട്രോള്. അതെ. ഈ വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല ഫ്ലോർ മാറ്റൊക്കെ അടിച്ച് വണ്ടി വൃത്തിയായിട്ട് പോകുന്നുണ്ട്. ഈ ആൻഡ്രോയിഡ് ഒരു ചെറിയ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇരിക്കുന്നതൊക്കെ പുതുതായിട്ട് വെച്ചല്ലേ? അല്ല, ഇത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ സ്റ്റീരിയോയും കാര്യങ്ങളും ഡ്യുവൽ എയർ ബാഗ്, ABS, റിയർ വൈപ്പർ, അലോയ് വീൽസ് ഒക്കെ വരുന്ന മോഡലാണ്. ടോപ്പ് എൻഡ് ആണ്. ഇതിന് 2 എയർ ബാഗ് ഉണ്ട് അല്ലേ? ഡ്യുവൽ എയർ ബാഗ് വരുന്നതാണ്. ഓക്കെ. കൂടെ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. ടയേഴ്സൊക്കെ ആവറേജ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. റിയർ ബമ്പർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലെയിമിൽ റിയർ ബമ്പർ മാറിയതാണ്. അല്ലാതെ മേജർ ആക്സിഡൻറ്റോ വേറെ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിയിൽ വരുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് 420 ചോദിക്കുന്നത്. 420. മൈലേജ് ഒരു 15. ആവറേജ് 15 വരും. ലോങ് ഡ്രൈവിൽ നമുക്കൊരു 17 റേഞ്ചിലൊക്കെ കിട്ടും വണ്ടിയിൽ. പോകൂല്ലേ? ആവറേജ് എന്ന് കൂട്ടുമ്പോൾ നമുക്ക് പെട്രോൾ അല്ലേ 15 നമുക്ക് ആവറേജ് കൂട്ടാൻ പറ്റും. പിന്നെ വണ്ടി പുറത്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട്. അടുത്ത വരുന്നത് ടാറ്റ നാനോ ആണ്. 2016 മോഡൽ വണ്ടി, 17 രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. 45,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഈ അവസാനം കമ്പനി സർവീസ് ആണോ? അതെ, ഫുള്ളി കമ്പനി സർവീസാണ് ചെയ്തേക്കുന്നത്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. വണ്ടി കാണാനൊക്കെ വേണം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് പവർ വിൻഡോസ് വരുന്നുണ്ട്. XT എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്ന മോഡലാണ്. ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് 1.5 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 1.5. ചെറിയ ടച്ച് ആൻഡ് പോളിഷനുള്ള ചെറിയ പരിപാടികളുണ്ട്. അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ വൃത്തി തന്നെ. പൊടി പിടിച്ച് കിടക്കുന്നു എന്നുള്ള വെളിയിലായതുകൊണ്ടുള്ള ആ ഒരു രീതി കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് മാരുതി ഇഗ്നിസ് ആണ്. ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണ്. ഡെൽറ്റ ഓട്ടോമാറ്റിക്. 2017 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. 11,000 ഓടിയില്ലേ? 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ട് വലത് സൈഡ് ഡോറ് ക്ലെയിമിൽ മാറിയിട്ടുണ്ട്. ഡോറിൻ്റെ സ്കിന്ന് മാറിയിട്ടുണ്ട്. അതായത് നമ്മളെ ഡ്രൈവർ സൈഡ് അല്ലേ? ഡ്രൈവിംഗ് സൈഡ്, റൈറ്റ് സൈഡ് ഡോർ. ഈ ഡോറിന് മാറ്റമുണ്ട്. ഫോഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്നതാണ്. ടയേഴ്സ് ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ കളർ ഫേഡിനുള്ള സമയമൊന്നും ആയിട്ടില്ല. നല്ല പുതിയ വണ്ടിയല്ലേ, അതുകൊണ്ട് കളർ ഫേഡ് കാര്യങ്ങളൊന്നും വന്നില്ല. സീറ്റ് കവേഴ്സ് ഇല്ല. അല്ലാത്ത വശം വണ്ടി എത്ര ചോദിക്കുന്നത്? ഈ പ്രൈസ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. ലാസ്റ്റ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നാനോ തൊട്ട് മേളിലോട്ട് പോകുന്ന, അതായത് ഒരു 1.5 ലക്ഷം രൂപ തൊട്ട് മേളിലോട്ട് പോകുന്ന എല്ലാത്തരം പ്രഷറും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ചില വണ്ടികളുടെ ഗ്ലാസ് മാറിയിട്ടുണ്ടെന്നുള്ളതല്ല, അത് വേറെ വലിയ കംപ്ലയിൻസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത്യാവശ്യം മോശമില്ലാത്ത വണ്ടികളാണ് കാണിച്ചതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കിയ വണ്ടികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വീഡിയോയിലെ നമ്പരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ